ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാവിൻ രുചി. ഇന്ന് നമ്മൾക്ക് നല്ല വറ്റമീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് വെച്ച് നല്ല മീൻ പെരട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. മീൻ പെരട്ട് തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ മീൻ തന്നെ എടുക്കാൻ നോക്കണം. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മീൻ പെരട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 400 ഗ്രാം വറ്റമീനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ട മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇനി ഇതിലേക്ക് മീനും ചേർത്ത് നന്നായി മസാല പുരട്ടിയെടുക്കാം. മസാല എല്ലായിടത്തും നല്ലതുപോലെ പിടിക്കുന്ന പോലെ മീനിൽ പുരട്ടിയെടുക്കണം. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മസാല പിടിക്കാനായി മാറ്റി വെക്കാം. ഇപ്പം നല്ലതുപോലെ മസാല പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പുരട്ടിൻ്റെ ഗ്രേവി തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് 5 വറ്റൽമുളക് ഇട്ട് നന്നായി വറുത്തെടുക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ 20 to 25 ചെറിയുള്ളി ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി ഒരു മിക്സി ജാറിൽ ചൂടാറിയ വറ്റൽമുളകും ഉള്ളിയും ഒരു ചെറിയ കഷ്ണം വാളംപുളിയും കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇനി ഒരു ചട്ടിയിൽ മീൻ വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 4 തണ്ട് കറിവേപ്പിലയും ഇട്ട് അതിൻ്റെ മുകളിൽ ഓരോ മീനായി വെച്ച് കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുക്കണം. മീൻ നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അങ്ങനെ ഇപ്പോൾ മീനൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. അതിനായി മീൻ വറുത്ത എണ്ണ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 5 ചെറിയുള്ളി അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റുക. ഉള്ളിയൊക്കെ നന്നായി വഴണ്ടു വരുമ്പോൾ ഇനി അതിലേക്ക് അരച്ചു വെച്ച പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി മസാലയ്ക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ ഗ്രേവി നന്നായി തിളച്ച് ഒന്ന് ചെറുതായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച മീൻ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മീനുകൾക്ക് നന്നായി മസാല പിടിക്കുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം അത്യാവശ്യം നല്ലതുപോലെ വറ്റി ഒരു ചെറിയ ഗ്രേവിയോടെ മീൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇപ്പം നമ്മളുടെ വറ്റമീൻ പെരട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.